करते हम गायब हो जाएंगे इन्हीं बहारों के आंचल में तक के सो जाएंगे। എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ടോറ ഷോട്ടഗാൻ കരാട്ടെ ഫെഡറേഷൻ ചെയർമാൻ റൺഷീദ് മാഷ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നുള്ള മഹത് വ്യക്തികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, രസപ്രവർത്തകരെ, നമ്മുടെ മാർഷൽ ആർട്സിൽ വിവിധ അയോധന കലകളിൽ മികവ് തെളിയിച്ച മാസ്റ്റർമാരെ ടോറ ഷോട്ടഗാൻ കരാട്ടെ ഫെഡറേഷന്റെ പേരിൽ ഒന്ന് ആദരിക്കുകയാണ്. മറ്റുള്ള മാർഷൽ ആർട്സുകളൊക്കെ പഠിച്ചാൽ കുട്ടികൾ വേറെ വഴിക്കായി പോകുന്നു ഒരിക്കലുമല്ല. നിങ്ങളുടെ മക്കളുടെ ക്വാളിറ്റിയിലും പഠിത്തത്തിലും ഒരുപാട് സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ നമുക്ക് ഈ ആയോധനകലയുടെ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഏതൊരു മാർഷൽ ആർട്സ് ആയാലും അതിനൊക്കെ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ടോറ ഷോട്ടഗാൻ കരാട്ടെ ഫെഡറേഷന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം. കാരണം ഞാൻ 60 വർഷമായി കോഴിക്കോട് 1980 ഞാൻ കോഴിക്കോട് ക്ലാസ് എടുക്കുന്നു. എനിക്കിപ്പം വയസ്സ് 81. 60 കൊല്ലം ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ പേരും തിരഞ്ഞൊന്നുമില്ല. ഈ സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങൾ ഈ മൂല്യം മനസ്സിലാക്കിയോണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ പ്രോഗ്രാമിനെ സംഘടിപ്പിച്ച കരാട്ടെ ഫെഡറേഷൻ അവർക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിൻ്റെ അതിയായ സന്തോഷമുണ്ട്. ഞാൻ പൂനാ ഷോട്ടഗാൻ കരാട്ടെ അസോസിയേഷൻ്റെ പേരിൽ വളരെയധികം രേഖപ്പെടുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതുപോലുള്ള സംഗമങ്ങളെല്ലാം. ഇത് നമുക്ക് വലിയൊരു അനുഭവമാണ്. കാരണം ഷെരീഫ് മാഷ് പറഞ്ഞതുപോലെ മുന്നേ ഒരു പരിചയമില്ലാത്ത, എന്നാൽ അതിന് മുന്നേ ഒരു ഗുരുകുല സമ്പ്രദായം ഉണ്ടായിരുന്ന നാട്ടിലാണ് നമ്മൾ. നിങ്ങൾക്കറിയാം, ആ ഗുരു ആ കുട്ടിയെ സ്വീകരിച്ചാൽ അവനെ നന്നായിട്ട് പഠിപ്പിച്ച് അവനൊരു യോദ്ധാവായിട്ടാണ് അവനെ തിരിച്ചയക്കാറ്. അതുപോലെ ഗുരുക്കന്മാരെ ആദരിക്കുക എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങൾ ഇതൊരു വലിയ സംഭവമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഗുരുക്കന്മാർ ആദരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആ ഗുരുകുല സമ്പ്രദായത്തിൽ വന്നാൽ നമുക്ക് ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. നമുക്കെല്ലാവർക്കും കൂട്ടായിട്ട് ഈ മാർഷൽ ആർട്സിനെ വിജയിപ്പിച്ചെടുക്കാമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
മഴവിൽ മനോരമ ഉഗ്രം ഉജ്ജ്വലം എന്ന പരിപാടിയിലൂടെ ജനഹൃദയങ്ങളിൽ സ്വീകാര്യത നേടിയ ഇരുവരെയും വേദിയിലേക്ക് ഹാർദ്രമായി ക്ഷണിച്ചുകൊള്ളുന്നു. തോമസ് ഓട്ടോക്കാരുടെ ഭാരവാഹികൾ നമ്മുടെ റംഷീൻ മാസ്റ്റർ ആൻഡ് അബ്ദുൽ ബാഹിർ മാസ്റ്ററോട് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഒരു സന്തോഷം, കുറേ ആരോഗ്യമുള്ള ആളുകളെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ശരീര ഭാഷ പറഞ്ഞ പോലെ ഈ മദ്യം മയക്കുമരുന്നിൽ തിരിഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ അവർക്ക് വ്യത്യസ്തമായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടിരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ മിസ്റ്റർ ഇന്ത്യ, നമ്മുടെ സുമേഷ് ബാബു കൂടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്ത സിനിമ ആക്ടർ അജിത് മൂസ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ 81 വയസ്സ് ഷെരീഫ് മാഷിക്ക് ഞാൻ ആ സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. 81 വയസ്സായിട്ടും എനിക്കൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം, നമ്മളൊക്കെ നമ്മുടെ വയസ്സ് പറഞ്ഞ് അഭിമാനിക്കാറുണ്ട്. ഞാനൊക്കെ ഇപ്പം 58 വയസ്സ് നിൽക്കുന്ന ആളാണ്. എനിക്ക് 58 വയസ്സായെന്ന് അഭിമാനത്തോട് പറയുന്ന ആൾ തന്നെയാണ്. ഇപ്പം ഞാൻ തിരിച്ചെടുത്തു. നമുക്കാണ് നമ്മുടെ ഷെരീഫ് മാഷൊക്കെ 81 വയസ്സിലും ഞാനൊന്നും ഈ പ്രായത്തിൽ വഴികൊണ്ട് നടക്കുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം സിസ്റ്റേക്ക് ബോഡിയായിട്ട് ഇപ്പോഴും വന്നിരിക്കുന്ന ഇദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം, 100 കൊല്ലക്കാലം ഇതേപോലെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. ഇനിയും കലാകാരന്മാർ ആയോധന കലയിൽ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെയ്യും എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പഴയ മാസ്റ്റേഴ്സിനെ എല്ലാവരെയും അംഗീകരിക്കാനുള്ള ഒരു മനസ്സിനെ ടൊറാഷ് ഷോട്ടോക്കാൻ കരാട്ടെ ഫെഡറേഷനെ നന്ദി പറയുകയാണ്. എനിക്ക് കുറേ പെൺകുട്ടികളെ ഞാൻ ഈ ഒരു ഇതിൽ കാണുന്നു. പണ്ട് നമ്മളൊക്കെ കളിക്കുന്ന കാലത്ത് പെൺകുട്ടികൾ കുറവാണെന്നല്ല പറയാം, ഇല്ലാന്ന് തന്നെ പറയാം. പെൺകുട്ടികളെ ഈ ഒരു ആർട്ടിലേക്ക് വരാൻ എന്താ പറയുക, വരണം. അതാണ് ഇന്നത്തെ കാലത്ത്, അത് വന്നേ പറ്റും. നമ്മുടെ ഗിരീഷ് പെരുന്തട്ട മാഷ് ഒരു അർജന്റ് യാത്രയിലാണ്, ഹൈദരാബാദാണ്. അതിൻ്റെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മനസ്സിലാക്കാൻ വിളിച്ചു. ഞാൻ ബോഡി ബിൽഡിംഗ് ഫീൽഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ പക്ക 100% ഇടുന്ന ഒരാളാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ 100% നിങ്ങൾ എഫേർട്ട് ഇടണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നേ തുടങ്ങും അല്ലേ. നമ്മൾ കുട്ടികളടുത്താണ് പ്രത്യേകിച്ച്. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ ഭക്ഷണം മുതൽ നമ്മളെ ഉറക്കം, നമ്മൾ ഈ ഫോണിൽ കളിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് ഷെഡ്യൂൾഡായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസൾട്ടും ഉണ്ടാവും. ആദരവ് ഫസ്റ്റ് ഏറ്റുവാങ്ങാൻ തോന്നുന്നുണ്ടല്ല. നിങ്ങളോട് രണ്ടുപേർക്ക് സംസാരിച്ചിട്ട് നമ്മുടെ ഹൃദയം തുറന്ന് ശേഷം ഒരു ആദരവ് സ്വീകരിക്കുമ്പോൾ അതിലൊരു ആത്മസംതൃപ്തിയുണ്ട്. മാസ്റ്റർ സോറി അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണല്ലോ. അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിഫിഷ്യൽ മാർഷൽ ആർട്സ് ഈ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ കരാട്ടെ എന്ന ആയോധന കലയ്ക്ക് മങ്ങൽ വരാനുള്ള കാരണം കുറച്ച് ഡൗണായിക്കൊണ്ട് കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവാണ്. കരാട്ടെ അഭ്യാസികൾക്ക് മാത്രമേ എന്താണ് കരാട്ടെ എന്നുള്ള ആയോധന കലയുടെ ആ മഹത്വം മനസ്സിലാവുള്ളൂ. ഞാൻ മറ്റുള്ള ആയോധന കലയെ താഴ്ത്തി പറയുകയല്ല. ഒത്തിരി ഒരുപാട് ആയോധന കല യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ട് മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന ആളുകളുടെ കാലഘട്ടമാണ്. ആദരിക്കാനുള്ളതായിട്ട് നമുക്ക് ഇനി കുറേ ചെയ്യാനുണ്ട്. എനിക്ക് കുറച്ചും കൂടി ചെയ്ത് കഴിഞ്ഞ് യാതൊരു വീട്ടിലാണ് നന്നായിരിക്കും. താങ്ക് യു. ഇവിടെ ഇരിക്കുന്ന എല്ലാ മാസ്റ്റേഴ്സും നമ്മളൊക്കെ അത്ര അടുപ്പമുള്ള ആളുകളാണ്, റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ്. ഇവരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ആദരവ് കിട്ടിയാൽ വളരെ സന്തോഷം. അതിന് മുന്നിട്ടിറങ്ങിയ ഇവിടുത്തെ ടീമിന് വേണ്ടി അഭിനന്ദനങ്ങൾ, ആശംസ അർപ്പിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും എല്ലാവരും അനുഭവം വരുന്നു. താങ്ക് യു. ഒരുപാട് ഉയരങ്ങളിലേക്ക് കുട്ടികൾ അഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലും അപ്ഡേറ്റിന്റെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ്. പിന്നെ ഇവിടെ കൂടെ കുട്ടികളോട് പറയാനുള്ളത്, ഒരാഴ്ചയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മാസത്തിൽ 7 ദിവസം നിങ്ങൾ മൊബൈൽ മാറ്റി വെച്ചിട്ട് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഇവിടെ എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ ഒരു കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന
ചെയ്താൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവാത്തത് നമ്മളുടെ അറിവ് മാത്രമാണ്. അപ്പൊ നമ്മളെല്ലാവരും ആ അറിവ് നേടാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരു കാലത്തും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവില്ല. അത് ആർക്കും കൊണ്ടുപോകാനും പറ്റില്ല. എല്ലാവർക്കും ഒരു ആശംസ പറയാണ്. അപ്പം ഇതോടുകൂടി ഇവർക്ക് വലിയൊരു താങ്ക്സും പറയുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് വേദി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ പഴയകാല സുഹൃത്തും സഹപാഠിയുമായ റംഷീദിൽ നിന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. എന്തായാലും ഞാൻ ഈ ചോളാന്റെ പിന്നണിയിലുള്ള എല്ലാവരും നന്ദി അറിയിക്കുന്നു. അത് ഒരു ഈഗോ ഇല്ലാതെ നമ്മൾ പരസ്പരം ഒരേ രൂപത്തിൽ നിൽക്കുന്ന ഒരേ ആശയത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ആളുകളെ ഒരുമിച്ച് ഒരേ വേദിയിൽ അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അതിന് പിറകിൽ വേറെ ഒരു പൊളിറ്റിക്സോ വേറെ ചിന്തകളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ എന്നുള്ള വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് ഞാനാണ്. കരാട്ടയ്ക്കൊന്നും ബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ വേദിയിൽ ഇരിക്കുന്ന പല ആൾക്കാരും നല്ല പരിചയമൊക്കെ പോലെയാണ് തോന്നുന്നത്, ഫോട്ടോകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും നേരിട്ട് കാണാൻ പറ്റിയതിൽ അതേ സന്തോഷം. താങ്ക് യു. അടുത്തത് കുട്ടികളാണ് വിളിക്കുന്നത്. ഞാൻ റെഡിയായിട്ട് വെച്ചാൽ മുഹമ്മദ് റയ്യാൻ. മുസ്തഫ അലി. Thank you all my TSK families. This is your event. We will now the Fiesta 2025. Next year will be become a big event. With your all support, thank you very much. ഷോട്ടോക്കൻ്റെ പ്രത്യേകത തന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ ബുക്കാണ്. ഇവിടെ മുന്നിൽ ഷിയാനുണ്ടാവും, നിങ്ങൾക്ക് എന്തും തുറന്നു പറയാം. നിങ്ങളുടെ കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ മാനിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഷോട്ടോക്കൻ കരാട്ടെ ഫെഡറേഷന്റെ ബാഡ്ജാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്.